നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് അവരുടെ മെയിൻ വെയർ ഹൗസിൽ നിന്ന് ആ പ്രൊഡക്റ്റ് വന്ന് അവരുടെ സബ് വെയർ ഹൗസിലേക്ക് എത്തി നമ്മുടെ അടുത്തേക്കൊക്കെ വരുമ്പോഴേക്കും അത് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികൾ ചെയ്യുന്നത് അവർ ഈ കസ്റ്റമേഴ്സിൻ്റെ സെർച്ച് ഡേറ്റ അവർ അനലൈസ് ചെയ്യും. അപ്പോൾ അവരുടെ ആമസോൺ പോർട്ടലായാലും ഫ്ലിപ്കാർട്ട് ആയാലും ഒക്കെ ഒരു ദിവസം കസ്റ്റമേഴ്സ് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഏരിയയിൽ നിന്ന് എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്, ഈ ഡാറ്റ മുഴുവൻ അവർ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവർക്ക് ഒരു ഡിസിഷനിലേക്ക് എത്താൻ മാത്രം ഇൻസൈറ്റ്സ് അവർക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ഏരിയയിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒരു 100 സെർച്ച് ഉണ്ടെങ്കിൽ അവരുടെ ഒരു അൽഗോരിതം അത് പ്രെഡിക്റ്റ് ചെയ്യും ഈ 100 സെർച്ചിൽ മേ ബി ഒരു 25% എന്തായാലും സെയിൽ നടക്കും ആ ഏരിയയിൽ നിന്ന് എന്ന് അവർക്കൊരു പ്രഡിക്ഷൻ കിട്ടുകയും ആ ഇൻസൈറ്റിനെ ബേസ് ചെയ്ത് അവരുടെ വെഹിക്കിൾ ഓൾറെഡി ഒരു ലൊക്കേഷനിലേക്ക് ആ പെർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള വെയർ ഹൗസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർ അത്രയും പ്രൊഡക്ട്സ് അവർ ആ മെയിൻ വെയർ ഹൗസിൽ നിന്ന് അവരുടെ സാറ്റലൈറ്റ് വെയർ ഹൗസിലേക്ക് അവർ മാറ്റിയിരിക്കും. കാരണം ഒരു വെഹിക്കിൾ ഒരു പ്രാവശ്യം ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് വരുന്ന എക്സ്പെൻസിൽ മാക്സിമം പ്രൊഡക്ട്സ് അവർ ഷിപ്പ് ചെയ്യും. അല്ലാതെ നമ്മൾ ഓർഡർ കിട്ടിയിട്ട് ആ പ്രൊഡക്റ്റ് എടുത്ത് ഷിപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഡിലേ വരാനും അതുപോലെ ആ ഒരു വെഹിക്കിൾ ഫുൾ ആവാനും ഒക്കെ അവർ വെയിറ്റ് ചെയ്യാനിരിക്കുന്ന സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അത് സഫർ ചെയ്യുന്നത് കസ്റ്റമറാണ്. അപ്പോൾ അവരുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വെയർ ഹൗസ് മാനേജ്മെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റ അനലിറ്റിക്സ്, അതുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള വലിയ കമ്പനികൾക്ക് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമുക്ക് ഡെലിവറി തരാനായിട്ട് പറ്റുന്നതിൻ്റെ റീസൺ അതാണ്.